പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റ് പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദേശീയ തലത്തിൽ ഒട്ടനവധി പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. ഏതായാലും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 10 ലോക സിംഹ ദിനമാണ്. വന്യജീവി സംരക്ഷണ മേളയിൽ ഇന്ത്യക്ക് വലിയൊരു നേട്ടത്തിന്റെ കഥ കൂടി പറയാനുണ്ട്. ഈ ദിനത്തിൽ ലോകത്തിലെ വന്യമൃഗ സങ്കേതങ്ങളിൽ ഏഷ്യൻ സിംഹങ്ങൾ അതിജീവിക്കുന്ന ഏക ഭൂപ്രദേശമായ ഇന്ത്യയിൽ ഇവയുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 കണക്കുകൾ പരിശോധിച്ചാൽ 674 ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം. 2025 കണക്കെടുപ്പിൽ അത് 891 ഉയർന്നിട്ടുണ്ട്. കേവലം 5 വർഷത്തിനുള്ളിൽ തന്നെ 32.20% വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വനപാലകരുടെയും അതേപോലെ തന്നെ പ്രാദേശിക വിഭാഗങ്ങളുടെയും നിരന്തര പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ചരിത്ര നേട്ടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഗീർ വനമേഖലയിലെ പരമ്പരാഗത താവളങ്ങൾക്ക് പുറമെ ബർദ വന്യജീവി സങ്കേതവും അതേപോലെ തന്നെ സൗരാഷ്ട്രയിലെ തീരദേശ കാടുകളും ഉൾപ്പെടുന്ന 50ഓളം പുതിയ മേഖലകളിലേക്ക് സിംഹങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സഹവർത്തിത്വം മുൻനിർത്തിയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളുമായി രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ ലോക സിംഹദിനത്തിൽ പ്രകൃതി സ്നേഹികൾക്ക് പങ്കുവെക്കാനുള്ളത് പ്രത്യാശയുടെ സന്ദേശം കൂടിയാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം, ശ്രാവണ മാസമാണ്. ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രാവണ മാസം എന്നുള്ളത് വളരെ പവിത്രമായ മാസമായി കരുതപ്പെടുന്നുണ്ട്. ശിവപൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ ശ്രാവണ മാസം എന്നുള്ളത്. ഈ പവിത്രമായ ശ്രാവണ മാസത്തിലെ 2ാം തിങ്കളാഴ്ചയാണിന്ന്. ഉത്തർപ്രദേശിലെ പ്രശസ്തമായിട്ടുള്ള വാരാണസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജന പ്രവാഹമാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ രാവിലെ മംഗളാരതിയും ജലാഭിഷേകത്തിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി 10,000 ഭക്തരാണ് എത്തിച്ചേർന്നത്. ഗംഗാതീരത്ത് നിന്നുള്ള വിശുദ്ധ ജലം ശേഖരിച്ച് വിശ്വനാഥ ഭഗവാന് അഭിഷേകം നടത്താൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കാവഡ് യാത്രക്കാരും തീർത്ഥാടകരും കാശിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. കാശിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. മധ്യപ്രദേശിലെ ഉജ്ജയിനിലുള്ള മഹാകാളീശ്വർ ക്ഷേത്രം, അതേപോലെ തന്നെ ഡൽഹിയിലെ ജന്തർ മന്ദിറിലുള്ള ക്ഷേത്രം, ഇങ്ങനെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രാവണ മാസത്തിലെ 2ാമത്തെ തിങ്കളാഴ്ച വളരെ പവിത്രമായി ഭക്തജനങ്ങൾ കാണുന്നു. ഗംഗാതീർത്ഥം കൊണ്ടുവന്ന് ശിവഭഗവാന് അഭിഷേകം നടത്തേണ്ട ദിനമാണ്. അതുകൊണ്ട് തന്നെ വലിയ പവിത്രമായ ദിനമായിട്ട് ഇന്നത്തെ ദിവസത്തെ ഭക്തജനങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ഇനി വളരെ സുപ്രധാനമായിട്ടുള്ളൊരു രാഷ്ട്രീയ വാർത്ത പരിശോധിച്ചാൽ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനത്തിൽ ഇന്ന് വളരെ നിർണായകമായ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക നാമം കേരളം, നേരത്തെ കേരളയായിരുന്നു, അത് കേരളം എന്ന് മാറ്റുവാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലും അതേപോലെ തന്നെ ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ്റെ സാമ്പത്തിക സഹായ വിതരണ അധികാരം വിപുലീകരിക്കുന്ന ബില്ലും ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഭരണഘടനയുടെ 1ാം പട്ടികയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് കേരള എന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് തിരുത്തുവാനുള്ള ഈ ബില്ല് ഇന്നിപ്പോൾ സഭയിൽ വരുന്നത്. ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയാണ്. കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കി അയച്ച പ്രമേയത്തിന് കേന്ദ്ര മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. രാഷ്ട്രപതിയുടെ അനുമതിയോടെയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള നിർണായക ബില്ല് ഇന്നിപ്പോൾ സഭയിലെത്തുന്നത്. അതേപോലെ തന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പുറമെ സഹകരണ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരിട്ട് ധനസഹായവും വായ്പകളും നൽകുവാൻ വേണ്ടി NCDCക്ക് അധികാരം നൽകുന്നതാണ് പുതിയ ഈ സഹകരണ മേഖലയിലെ നിയമനിർമ്മാണം എന്നുള്ളതാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ പട്ടിക വിപുലീകരിക്കുവാനും വ്യവസായ മേഖലയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കുവാനും ഈ ബില്ലിൽ വ്യവസ്ഥകളുണ്ട്. ജൂലൈ 20 വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിപക്ഷം പാർലമെൻറ്റിൽ വൻ പ്രതിഷേധം ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ പ്രധാന ബില്ല് ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 20-ാം തീയതി സഭാ സമ്മേളനം ആരംഭിച്ച അന്ന് മുതൽ തന്നെ അകാരണമായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കിക്കാണേണ്ടത്. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം. ആ വിദ്യാർത്ഥി പ്രക്ഷോഭം എത്രമാത്രം അക്രമാസക്തമായി എന്നുള്ളത് പ്രേക്ഷകർ ഓർക്കണം. അന്ന് ഉണ്ടായിരുന്ന CRPFൻ്റെ RAFൻ്റെ ഒക്കെ ദേഹത്തേക്ക് സൈനിക വിഭാഗത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകർ അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതിനെതിരെ പോലീസ് നടപടിയുണ്ടായി. പോലീസ് സ്വാഭാവികമായും അവരെ ആക്രമിക്കുമ്പോൾ അവർ നോക്കി നിൽക്കില്ലല്ലോ. അവർ ലാത്തി ചാർജ് നടത്തുകയും
ലാത്തി വിഷയമൊക്കെ തന്നെ ചെയ്തിരുന്നു. ആ നടപടികൾ പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജനാധിപത്യപരമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഒട്ടനവധി വിഷയങ്ങൾ സഭാതലത്തിൽ ചർച്ച ചെയ്യേണ്ട നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ ആ സമയമാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ അനാവശ്യ രാഷ്ട്രീയ ആരോപണങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ കളികളുടെ ഭാഗമായി ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സഭയിൽ 2 സുപ്രധാന ബില്ലാണ്. ഒന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ബില്ല്, കേരള എന്നുള്ളത് കേരളം ആക്കിക്കൊണ്ടുള്ള ബില്ലും അതേപോലെ തന്നെ സഹകരണ മേഖലയിലെ ബില്ലും. അങ്ങനെ 2 ബില്ലുകൾ ഇന്നിപ്പോൾ സഭയിൽ വരുമ്പോൾ അതിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കുറഞ്ഞത് കേരളത്തിലെ എംപിമാരെങ്കിലും ഇന്നിപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ സഭാ നടപടികളുമായി സഹകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ FCRIയുമായി ബന്ധപ്പെട്ടയാണ്. ഈ ബില്ലിനോട് എതിർപ്പ് തുടർന്ന പ്രതിപക്ഷം എന്നുള്ളതാണ് വാർത്ത. FCRI ബില്ലിൽ ഒരു കാരണവശാലും പാസ്സാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റി കേരളം എന്ന് ആക്കുവാനുള്ള ബില്ലും ഇന്നിപ്പോൾ അമിത്ഷാ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വീക്ഷിക്കുക. തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്ത 4 ബില്ലുകളിൽ 2 അമിത്ഷായുടെ പേരിലാണ്. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്ന് മാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ല് എന്നിവയാണ് അമിത്ഷായുടെ പേരിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വർഷകാല സമ്മേളനം അവസാനിക്കാൻ 4 ദിവസം മാത്രം അവശേഷിക്കെ സഭാ സമ്മേളനം നിരന്തരം തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ തുറന്നു കാട്ടാനാണ് ഭരണപക്ഷ ശ്രമം. FCRI ബിൽ തിങ്കളാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും MPമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ സ്വത്ത് ഏറ്റെടുക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. ക്രൈസ്തവ സഭയുടെ FCRI നിയമ ഭേദഗതിക്കെതിരെ കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത്. അതേസമയം വിദേശ സംഭാവനകളിലടക്കം സുതാര്യത കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യമാണ് BJPയുടേത്. ട്രിബ്യൂണൽ പരിഷ്കരണ ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കും. ജനം, ഡൽഹി. പ്രേക്ഷകരെ, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജാതി സെൻസസിന് തുടക്കമിടുകയാണ്. രാജ്യത്തെ ഏറ്റവും പുതിയ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായ ലഡാക്കിലാണ് ഈ ചരിത്ര ദൗത്യത്തിന് വഴി തുറക്കുന്നത്. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളിലും വടക്കൻ മലയോര മേഖലകളിലും വരാനിരിക്കുന്ന കഠിനമായ ശൈത്യകാലം കണക്കിലെടുത്ത് 17-ാം തീയതി മുതൽ ലഡാക്കിൽ 2ാം ഘട്ട സെൻസസ് അഥവാ പോപ്പുലേഷൻ എന്യൂമറേഷൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സെൻസസ് ഫോമിൽ ജാതി രേഖപ്പെടുത്താൻ പ്രത്യേക കോളം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സെൻസസിന്റെ 2ാം ഘട്ടമായ ഈ പോപ്പുലേഷൻ എന്യൂമറേഷൻ 17 മുതൽ ലഡാക്കിൽ തുടങ്ങുന്നത്. കാര്യം പ്രത്യേകിച്ച് അവിടെ വലിയ മഞ്ഞു മൂടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ ഈ സെൻസസ് നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 17-ാം തീയതി മുതൽ ഈ സെൻസസ് നടപടികൾ ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 1931 ശേഷം രാജ്യത്ത് ആദ്യമായാണ് ജനസംഖ്യാ കണക്കെടുപ്പിൽ എല്ലാ ജാതി വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ജാതി സെൻസസ് കൂടി എടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് 1931 ശേഷം ആദ്യമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനമെന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. വീടുകളിലെത്തുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന ഫോമിൽ 40 വ്യത്യസ്ത മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പൗരന്മാർക്ക് സ്വന്തം ജാതി കൃത്യമായി എഴുതി രേഖപ്പെടുത്താനായി ഓപ്പൺ എൻഡഡ് രീതിയിലുള്ള പ്രത്യേക കോളമാണ് ഫോമിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വരും മാസങ്ങളിൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഈ പോപ്പുലേഷൻ എന്യൂമറേഷൻ ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ ഡാറ്റ ശേഖരണത്തിലൂടെയും ഭാവിയിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. അതായത് ഈ ജാതി സെൻസസ് അതേപോലെ തന്നെ ഈ സെൻസസ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ഏത് വിഭാഗങ്ങൾക്കാണ് അർഹമായ പ്രാധാന്യം കൂടുതൽ നൽകേണ്ടത് എന്നുള്ളത് സർക്കാരിന് കൃത്യമായി ബോധ്യമാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി, കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ്. 1931 ശേഷം ആദ്യമായാണ് ഈ ജാതി സെൻസസ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചരിത്ര നിമിഷം എന്ന് വേണം വിലയിരുത്താൻ. ആ ചരിത്ര നിമിഷം 17-ാം തീയതി ലഡാക്കിൽ നിന്നും ആരംഭിക്കുന്നു. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇത്ര നേരത്തെ ലഡാക്കിൽ ആരംഭിക്കുവാൻ വേണ്ടി കാരണം അവിടെ മഞ്ഞു മൂടുന്ന പ്രദേശമായതിനാൽ പിന്നീടുള്ള മാസങ്ങളിൽ സെൻസസ് നടപടികൾ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം തന്നെ ഈ സെൻസസ് നടപടികൾ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പരിശോധിച്ചാൽ പഞ്ചാബിലെ പാട്യാലയിൽ ഈ രാവിലെ 2 മണിക്കൂർ നീണ്ടുനിന്ന അതിശക്തമായ മഴയിൽ നഗരത്തിലുടനീളം രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന പാതകളും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിനടിയിലായിരുന്നു.
ഡ്രെയിനേജ് സംവിധാനം നവീകരിച്ചെന്ന നഗരസഭയുടെ അവകാശവാദങ്ങൾ വ്യാജമാണെന്നും നേരിയ മഴ പെയ്യുമ്പോൾ പോലും പാട്യാല മുങ്ങുന്നത് പതിവായിരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ പഞ്ചാബിന്റെ തലസ്ഥാനമായ ഈ പഞ്ചാബിൽ പാട്യാലയിൽ വലിയ ശക്തമായ മഴ പെയ്യുന്നു. അതേപോലെ തന്നെ തലസ്ഥാനമായ ചണ്ഡീഗഡിൽ ഇപ്പോൾ മഴയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മധ്യപ്രദേശിൽ അതിശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ ലോക് സംഗീത് സമ്മേളൻ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തിന്റെ പുള്ളുവൻ പാട്ട് സംഗീതം സമ്മേളനത്തിൽ ശ്രദ്ധേയമായി. നാടോടി സംഗീതത്തിന് പ്രാധാന്യം നൽകിയാണ് ലോക് സംഗീത് സമ്മേളനം 2026 സംഘടിപ്പിച്ചത്. ഇന്ത്യ ഹാബിറ്റാറ്റ് സെന്ററും അന്വേഷ കലാകേന്ദ്രവും ചേർന്നാണ് ലോക സംഗീത് സമ്മേളൻ സംഘടിപ്പിച്ചത്. ഹാബിറ്റാറ്റ് സെന്ററിലെ സ്റ്റെയിൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആദ്യ ദിനം ഛത്തീസ്ഗഡിൽ നിന്നുള്ള കലാരൂപമായ ഭണ്ഡവാണിയാണ് അരങ്ങേറിയത്. രണ്ടാം ദിനത്തിൽ കേരളത്തിൽ നിന്നുള്ള കലാരൂപമായ പുള്ളുവൻ പാട്ടാണ് ആസ്വാദക മനം കവർന്നത്. കേരളത്തിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നുള്ള ശ്രീ ശങ്കരൻ മെമ്മോറിയൽ പുള്ളുവൻ പാട്ട് കലാസമിതിയാണ് പരിപാടി അവതരിപ്പിച്ചത്. പി സത്യനാരായണന്റെ നേതൃത്വത്തിൽ ബിന്ദു KP, ഇ സുരേഷ് ബാബു, ശ്രീജിത്ത് പി, ശ്രീജിൽ പി എന്നിവരാണ് പുള്ളുവൻ പാട്ട് സംഘത്തിലുണ്ടായിരുന്നത്. നാടോടി കലകളുമായി ബന്ധപ്പെട്ട് ഗുരുപൂജ പുരസ്കാര ജേതാവാണ് പി സത്യനാരായണൻ. ജനം, ഡൽഹി. ഈ കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങൾ, പൈതൃക സ്വത്തുക്കൾ അല്ലെങ്കിൽ പൈതൃക കലാരൂപങ്ങളൊക്കെ ഈ രാജ്യതലസ്ഥാനത്ത് ഇത്തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. ഈ അന്യം നിന്നു പോകുന്ന പുള്ളുവൻ പാട്ട് പോലെയുള്ള കലകൾ അത് രാജ്യതലസ്ഥാനത്തെത്തി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ശ്രദ്ധ ആകർഷിച്ച് അത് കൃത്യമായി ആ പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ കണിക അറ്റു പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ നോക്കിക്കാണേണ്ടത്. ഏതായാലും ഈ പരിപാടിയിൽ വലിയ ഒരു അഭൂതപൂർവമായ ഒരു ജനത്തിരക്ക് അനുഭവപ്പെട്ടു ഈ നാടൻ കലാരൂപം ആസ്വദിക്കാൻ എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ അവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വർഗീയതയുണ്ട് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ എത്രമാത്രം അവർ വർഗീയമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതായത് ഈ രാജ്യത്തിൻ്റെ മുൻനിര സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് IIT എന്നുള്ളത്. IITയുടെ ബിരുദദാന ചടങ്ങിൽ ഉപനിഷത്ത് ശ്ലോകങ്ങൾ ആലപിച്ചതിനെ ചൊല്ലി വൻ രാഷ്ട്രീയ സാമൂഹിക തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. IITയിലെ ചടങ്ങിൽ ഉപനിഷത്ത് ആലാപനം ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തക അർഫ ഖാനും അതേ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം അവർ വിവാദമാക്കാനാണ് ശ്രമിക്കുന്നത്. ചടങ്ങിൽ ആലപിച്ചത് ഗായത്രി മന്ത്രമല്ല ഉപനിഷത്ത് ശ്ലോകങ്ങളാണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് ന്യായീകരണമല്ല എന്നുള്ളതാണ് ഈ മാധ്യമപ്രവർത്തക അർഫയുടെ വാദങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരം മന്ത്രങ്ങൾ അനുവദിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഖുറാൻ സൂക്തങ്ങൾ പാടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അർഫ ഉയർത്തുന്ന ചോദ്യം. അർഫയുടെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഉപനിഷത്ത് ശ്ലോകങ്ങൾ ഒരു പ്രത്യേക മതത്തിൻ്റെതല്ലെന്നും ഭാരതത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് നിരവധി ആളുകളാണ് ഈ അർഫയുടെ വാദങ്ങളെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നൽകുന്നത്. ഈ ഉപനിഷത്ത് ശ്ലോകങ്ങൾ കേവലം ഹിന്ദു വിഭാഗത്തിന് മാത്രമല്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ആ ഉപനിഷത്ത് ശ്ലോകം ഈ സമസ്ത ജീവജാലങ്ങളെയും ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ള സമസ്ത വസ്തുക്കളെയും മനുഷ്യനടങ്ങുന്ന വസ്തുക്കളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. അവയുടെ ജീവിത മൂല്യങ്ങൾ ഉയർത്തുവാൻ ഉതകുന്ന രീതിയിലുള്ളതാണ് ഈ ശ്ലോകങ്ങൾ എന്നുള്ളതാണ്. അതിനെ കേവലം വർഗീയമായി മാത്രം ചിത്രീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. IIT നടത്തിയ ബിരുദദാന ചടങ്ങിൽ ഉപനിഷത്ത് ശ്ലോകം ചൊല്ലിയതിനെ എന്തിനെതിർക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിന് പിന്നിൽ വർഗീയത മാത്രമാണ് എന്നുള്ളതാണ് ഉത്തരം. വർഗീയമായതിനെ നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ മാധ്യമ പ്രവർത്തക എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ആ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ ഇത്തരം വർഗീയപരമായ ചിന്തകൾ നടത്തുന്നത്. ഏതായാലും അർഫയുടെ വാക്കുകൾ ഒന്ന് ശ്രവിക്കാം.
कोई खास धर्म के मानने वाले लोगों के जरिए पढ़ी जाती है। अक्षत के श्लोक पढ़े गए तो कुरान की भी कुछ बातें पढ़ी जाती, तो फिर से एक बिल्कुल हिंदू इंडिया बनाने की जो ये कोशिश है, मैं किसी श्लोक के अगेंस्ट नहीं हूँ, कहीं से भी आपको मिले शिक्षा कोई खास धर्म के मानने वाले लोगों के जरिए पढ़ी जाती है। अक्षत के श्लोक पढ़े गए तो कुरान की भी कुछ बातें पढ़ी जाती, तो फिर से एक बिल्कुल हिंदू इंडिया बनाने की जो ये कोशिश है, मैं किसी श्लोक के अगेंस्ट नहीं हूँ, कहीं से भी आपको मिले शिक्षा कोई खास धर्म के मानने वाले लोगों के जरिए पढ़ी जाती है। अक्षत के श्लोक पढ़े गए तो कुरान की भी कुछ बातें पढ़ी जाती, तो फिर से एक बिल्कुल हिंदू इंडिया बनाने की जो ये कोशिश है, मैं किसी श्लोक के अगेंस्ट नहीं हूँ, कहीं से भी आपको मिले शिक्षा कोई खास धर्म के मानने वाले लोगों के जरिए पढ़ी जाती है। अक्षत के श्लोक पढ़े गए तो कुरान की भी कुछ बातें पढ़ी जाती, तो फिर से एक बिल्कुल हिंदू इंडिया बनाने की जो ये कोशिश है, मैं किसी श्लोक के अगेंस्ट नहीं हूँ, कहीं से भी आपको मिले शिक्षा कोई खास धर्म के मानने वाले लोगों के जरिए पढ़ी जाती है। अक्षत के श्लोक पढ़े गए तो कुरान की भी कुछ बातें पढ़ी जाती, तो फिर से एक बिल्कुल हिंदू इंडिया बनाने की जो ये कोशिश है, मैं किसी श्लोक के अगेंस्ट नहीं हूँ, कहीं से भी आपको मिले शिक्षा कोई खास धर्म के मानने वाले लोगों के जरिए पढ़ी जाती है। अक्षत के श्लोक पढ़े गए तो कुरान की भी कुछ बातें पढ़ी जाती, तो फिर से एक बिल्कुल हिंदू इंडिया बनाने की जो ये कोशिश है, मैं किसी श्लोक के अगेंस्ट नहीं हूँ, कहीं से भी आपको मिले शिक्षा कोई खास धर्म के मानने वाले लोगों के जरिए पढ़ी जाती है। अक्षत के श्लोक पढ़े गए तो कुरान की भी कुछ बातें पढ़ी जाती, तो फिर से एक बिल्कुल हिंदू इंडिया बनाने की जो ये कोशिश है, मैं किसी श्लोक के अगेंस्ट नहीं हूँ, कहीं से भी आप പ്രേക്ഷകരെ, ജാർഖണ്ഡിൽ അവിടെ PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും വലിയ രീതിയിലുള്ള സമരം നടത്തുകയാണ്. സമരം ഓരോ ദിവസങ്ങൾ പിന്നിടുന്തോറും കൂടുതൽ ശക്തമായി വരികയാണ്. സമരത്തെ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യമാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്. അവിടെ ഈ വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ മുഖവിലയ്ക്കെടുക്കുവാനോ അവരെ ശ്രമിക്കുവാനോ പോലും സർക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ജന്തർ മന്ദിറിൽ സമരം നടത്തിയപ്പോൾ അത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെ ആയതുകൊണ്ട് തന്നെ കോൺഗ്രസും രാഹുലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനം ഈ സമരവേദിയിലെത്തി കാണിച്ചിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കരുത്. എന്നാൽ ജാർഖണ്ഡിലേക്ക് പോകാൻ രാഹുൽ തയ്യാറാകുന്നില്ല. വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇരട്ടത്താപ്പാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും സർക്കാരുമായി നടത്തിയ ചർച്ചകൾ അപൂർണമായി കലാശിച്ചതോടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് റാഞ്ചിയിലെ നിയമസഭയിലേക്ക് വിധാൻ സഭ ഘെരാവോ മാർച്ച് നടത്തും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ 98% ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതായിട്ട് ഈ മന്ത്രിമാർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അത് വ്യാജ പ്രചരണമാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. എന്നാൽ സർക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന 6ാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം 14ാം JPSC പ്രാഥമിക പരീക്ഷ റദ്ദാക്കണമെന്നും CID ED അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും സർക്കാർ സമ്മതിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അതിന്മേൽ ഒരു നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്ന് നടക്കുന്ന ഈ വിധാൻസഭ മാർച്ചിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റാഞ്ചിയിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പ്രക്ഷോഭത്തെ ലാത്തികൊണ്ടും ബൂട്ടുകൊണ്ടും നേരിടാനായിരിക്കും പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പോലീസിന് അത്തരം നിർദ്ദേശങ്ങളായിരിക്കും ഭരണകൂടം, പ്രാദേശിക ഭരണകൂടം, ജാർഖണ്ഡ് മുക്തി മോർച്ച, അതേപോലെ തന്നെ കോൺഗ്രസ് സഖ്യമടങ്ങുന്ന ഭരണകൂടം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അവിടെ വിദ്യാർത്ഥികൾ രാവും പകലും ഭേദമില്ലാതെ അവർ ഉപവാസ സമരം നടത്തുന്നു. അവർ സത്യാഗ്രഹത്തിലാണ്. ഇത്തരം സമരങ്ങൾ ഇതുവരെയായിട്ടും അക്രമത്തിലേക്കൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഇന്നത്തെ വിധാൻസഭാ മാർച്ച്, നിയമസഭാ മാർച്ച് ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വിദ്യാർത്ഥികൾ അത്രമാത്രം വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അത്രമാത്രം സർക്കാരിനോട് അവർക്ക് പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ ആ ചോദ്യപേപ്പർ ചോർന്നു പോവുക എന്നുള്ളത് സ്വാഭാവികമായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ആ ആശങ്കയാണ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ, പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ പ്രമുഖ കമാൻഡർ ഖാരി സെയ്ദ് അബ്ദുൽ അസീസ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്ലാനിങ്ങിൽ നിർണായക പങ്കുവഹിച്ച ഖാരി സെയ്ദാണ്. ഇയാൾ ഇസ്ലാമാബാദിലെ ഒരു പള്ളിക്ക് മുന്നിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ്. മരണത്തിന് തൊട്ടുമുമ്പ് അപരിചിതമായ സ്ഥലത്ത് നിന്നും ഇയാൾ ഭക്ഷണം കഴിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെ ഇയാൾക്ക് ഒരുപക്ഷെ ഭക്ഷണത്തിൽ നിന്ന് വിഷബാധ ഏറ്റതാകാം എന്നുള്ള സംശയം ശക്തമായിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 26 പേർ എന്ന മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെടുന്ന ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം എത്തിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ആളാണ് ഈ ഖാരി സെയ്ദ് അബ്ദുൽ അസീസ് എന്നുള്ളതാണ്. ഇയാളാണ് ഇസ്ലാമാബാദിൽ ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയ ഖാരി കവാടത്തിൽ വെച്ച് തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പള്ളിയിൽ വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇയാൾ അജ്ഞാത സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇയാൾ കുഴഞ്ഞു വീണത്. വിഷപ്രയോഗം നടന്നതാകാം മരണകാരണം എന്നുള്ള സംശയം ശക്തമാണെങ്കിലും പാക് അധികൃതരും പോലീസും ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ
രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പാക് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാളുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ ഭീകരർക്ക് ഇനി ഒളിവിൽ കഴിയാൻ മറ്റൊരു സ്ഥലമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അങ്ങനെ പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഈ ലഷ്കറിയുടെയും അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ തന്നെ ഭീകരർ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നു. ഇതാ ഇപ്പോൾ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ആരോപണങ്ങളുടെ കുന്തമുന നീളുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്ക് നേരെയാണ്. എന്നാൽ ഇതിൽ എത്രമാത്രം പങ്ക് റോയ്ക്കുണ്ട് എന്നുള്ളതാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അജ്ഞാതർക്ക് ഇനി പാകിസ്ഥാൻ്റെ മണ്ണിൽ താമസിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ നിഴൽ യുദ്ധം നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നത്തെ നേഷൻ ഫസ്റ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. സമയപരിധി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ വാർത്തകളുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. വരും മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ ഈ നേഷൻ ഫസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.